ഹായ് ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് സബ്ജക്റ്റുകൾ ധാരാളമുണ്ട്. പക്ഷേ എല്ലാം വിചാരിക്കുമെങ്കിലും സമയക്കുറവ് കാരണം പലതും ആ സമയം കഴിഞ്ഞ് സ്കിപ്പായി പോകും. പക്ഷേ എനിക്ക് ഇന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ, അവരുടെ മകളെക്കുറിച്ച് പറയുന്ന വീഡിയോ, അതുല്യ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും, ഷാർജയിൽ സൂയിസൈഡ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. അവളുടെ മരണം സംബന്ധിച്ചൊരു വീഡിയോ ഞാനിന്ന് കാണാനിടയായി. അപ്പോൾ നിരവധി മലയാളി പെൺകുട്ടികൾ ഭർത്താവുമൊത്ത് വിദേശത്ത് ജീവിക്കുന്നതിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ തുടർക്കഥയായിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ സ്ത്രീധന പീഡനം കൊണ്ട് വിസ്മയ, അതുപോലെ തന്നെ നമ്മുടെ പാമ്പ് കടി ഏറ്റ് മരിച്ച ആ കുട്ടി, ഒരുപാട് പേര്, ഒരുപാട് ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. നമ്മളിങ്ങനെ അവരെയൊക്കെ പേരുകൾ പോലും മറന്നു തുടങ്ങി. ഒരുപാട് കുട്ടികൾ, സൈക്കോ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കാൻ പറ്റാതെ മരണപ്പെട്ട ഒരുപാട് കുട്ടികൾ, ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോകുന്നു. ഈ ഓരോ സംഭവം വരുമ്പോഴും അമ്മമാർ പറയും, നാളെ ഒരു പെൺകുട്ടിക്ക് ഗതി വരരുതേ, ഇതിന് എനിക്ക് നീതി കിട്ടണമെന്ന്. പക്ഷേ എന്നിട്ട് അവസ്ഥകളെല്ലാം ഇങ്ങനെ തന്നെ. വർഷത്തിലൊരു 4-5 മിനിമം വേണം എന്നുള്ള ഒരു കണക്കിന് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എവിടെയാണ് ഒരു അറുതി ഉണ്ടാവുക? അതിന് പെണ്ണുങ്ങൾ തന്നെ വിചാരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഭർത്താക്കന്മാർ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പോക്ക് നമുക്കറിയാം. മദ്യം, അല്ലെങ്കിൽ ഒരു പാക്ക്, ഒരു കഞ്ചാവ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരിക്കും പുരുഷന്മാർ. അപ്പോൾ അവരത് തുടങ്ങുമ്പോൾ ആദ്യം നമ്മളും അതൊരു രസമായിട്ട് കാണുന്നു. ഇതല്ലേ ഉള്ളൂ എന്ന് കരുതി നമ്മളങ്ങ് വിട്ടുകൊടുക്കും. പെണ്ണുങ്ങൾ, അതായത് അവരുടെ ഭാര്യമാർ, അതിങ്ങനെ തുടർന്ന് ബിയറിൽ തുടങ്ങി അവസാനം കഞ്ചാവ്, അങ്ങനെയുള്ള കഞ്ചാവിൻ്റെ ഏറ്റവും ഡോസ് കൂടിയ ഐറ്റങ്ങളിൽ വരെ അവരുടെ ഉപയോഗം ചെന്നെത്തും. അതൊന്നും നമ്മൾ അറിയാതെ പോകും. അപ്പോൾ പെണ്ണുങ്ങൾ പിന്നെ മദ്യപാനം, അതിപ്പോൾ എല്ലാ ആണുങ്ങളും കുടിക്കുമല്ലോ, അതിലെന്തിരിക്കുന്നു എന്ന് വിചാരിച്ച് പല സ്ത്രീകളും അത് കളയും. പക്ഷേ മദ്യപിച്ച് അവരുടെ മാനസികാവസ്ഥ വേറൊരു ലെവലിലെത്തുമ്പോൾ ആണ് ഇവരറിയുന്നത്. അപ്പോൾ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്മാർ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാർ മദ്യപാനം തുടങ്ങി എന്നറിയുമ്പോൾ തന്നെ നിങ്ങൾക്കതിനെ ഫലപ്രദമായി നേരിടാനായിട്ട് കഴിയും, ഫലപ്രദമായി അതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഇന്ന് അതിന് ധാരാളം, പണ്ടൊക്കെ ആണെങ്കിൽ വൈദ്യന്മാരുടെ നിന്ന് ലിറ്ററെടുക്കും മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കും, അത് കാരണം സൈഡ് എഫക്റ്റ് വരും, അത് രക്തഛർദ്ദിച്ച് പിന്നെ അവർ മരിക്കും എന്നൊക്കെ ഒരുപാട് റൂമറായി. പല സ്ത്രീകളും എന്തിന് ഞാനായിട്ട് അവരെ കൊല്ലുന്നു എന്നുള്ള ഇതിലാണ് ആരും മദ്യപാനം നിർത്താനുള്ള മരുന്നുകളൊന്നും ഹസ്ബൻഡുമാർക്ക് കൊടുക്കാറില്ല. എന്നാൽ ഇന്ന് നമ്മുടെ ഹോമിയോ വകുപ്പിൽ ഫലപ്രദമായ ഹോമിയോ മെഡിസിൻ നമുക്കുണ്ട്. അതിൻ പ്രകാരം നമുക്ക് ആ മരുന്ന് വാങ്ങിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കൊടുത്താൽ നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാരുടെ മദ്യപാനം നമുക്ക് നിർത്താനും, അതുകൊണ്ടുണ്ടാവുന്ന മരണം, അതുകൊണ്ടുണ്ടാവുന്ന നമുക്ക് നാശനഷ്ടം, അതുകൊണ്ടുണ്ടാവുന്ന മനസ്സമാധാനക്കേട്, ഇതൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ തിരുവനന്തപുരത്തുള്ള, അതായത് നമ്മുടെ ഈസ്റ്റ് കോട്ടിലുള്ള ഹോമിയോ ആശുപത്രി സന്ദർശിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോമിയോ ഡോക്ടറെ ഗവൺമെൻറ് ആശുപത്രി, നിങ്ങൾ പ്രൈവറ്റായിട്ട് പോയി പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. അഥവാ ഗവൺമെൻറ് ആശുപത്രിയിൽ അപ്പോൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ എഴുതിത്തരും. അപ്പോൾ എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കുക. എനിക്ക് ആ മരുന്നിൻ്റെ പേര് അറിയാൻ ഞാൻ പലർക്കും വാങ്ങി കൊടുത്തിട്ടുണ്ട്. പലർക്കും അത് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പലരുടെയും മദ്യപാനം നിർത്താനും എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാനൊരു വീഡിയോ വഴി ആ മരുന്നിൻ്റെ പേരൊന്നും പറയുന്നത് ശരിയല്ല. പിന്നെ എനിക്ക് അതിന് ചിലപ്പോൾ പല നിയമ നടപടികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന്, നിങ്ങളുടെ ഹസ്ബൻഡുമാർ വന്നില്ലെങ്കിൽ പോലും അവരറിയാതെ, അവർക്ക് യാതൊരു സൈഡ് എഫക്റ്റും വരാതെ നിങ്ങൾക്ക് ഭക്ഷണത്തിലൊക്കെ ചേർത്ത് ഈ മരുന്ന് കൊടുത്ത് അവരുടെ മദ്യപാനം നിർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ സ്ത്രീകളും ഇത് ഒരു അറിവായിട്ട് സ്വീകരിക്കുക. നിങ്ങൾ വളരെ വില കുറഞ്ഞ ഒരു കടയിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ തന്നെ ഒരു 130 രൂപ, വണ്ടിക്കൂലിയെല്ലാം ചേർത്ത് ഒരു 150 രൂപയുടെ ചിലവേ നമുക്ക് വരുന്നുള്ളൂ. ഗവൺമെൻറ് ആശുപത്രി അത് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങളത് വാങ്ങി ഭക്ഷണത്തിൽ ചേർത്ത് നിങ്ങളുടെ ഹസ്ബൻഡുമാർക്ക് കൊടുത്ത്, മദ്യപാനം നിങ്ങൾക്ക് ഫലപ്രദമായി നിയന്ത്രിക്കാൻ പറ്റും. അവർക്ക് യാതൊരു ശാരീരിക മാനസിക പ്രശ്നങ്ങൾ സൈഡ് എഫക്റ്റായിട്ടും അത് കാരണം ഉണ്ടാകില്ല. അങ്ങനെ ആരും പേടിക്കേണ്ട. അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ ജീവിത സന്തോഷവും സുരക്ഷിതവുമാക്കാൻ എല്ലാ സ്ത്രീകളും ഇതൊരു അറിയിപ്പായി സ്വീകരിക്കണമേ എന്ന അഭ്യർത്ഥനയോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി.